ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ? ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല? ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനേടല്ലേ ചെതലത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കണ പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോനാ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാറി മറ്റേ ഓമ്പിക്കരുത്. കുഞ്ഞാനെ, ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്റെ കുഞ്ഞാനെ, അനക്കും കിട്ടീന ഒരു പങ്ക്. കിട്ടിയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരത്. സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ഇതാരാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൊരു ഇതാരാണ്. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് എന്താ നാസർക്കാങ്ങൾ ഓലൊക്കെ വിളിക്കായിരുന്നു. ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എന്റെ ഉണ്ടല്ലോ. അപ്പൊ ഞൊക്കപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഒരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പാണ്ടിക്കാട്ട് കുഞ്ഞാനും കുറെ KL ബ്രോ ബിജുവും പിന്നെ കാദർ കരിപ്പൊടിയുടെ ഒരെണ്ണം നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇത്രയും പബ്ലിക്കിൽ ഫേമസ് ആയിട്ടുള്ള കുറേയധികം ബ്ലോഗർമാര് അവർക്കുള്ള വിശ്വാസ്യത മുതലെടുത്തുകൊണ്ട് ഈ നാസറിനെ പോലെ ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ട് ഇതുപോലെ എന്ന് പറയുന്നത് കടം കയറി അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു, അതുകൊണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ മനസ്സിനെ കൃത്യമായിട്ട് പിഴിഞ്ഞ് വരിഞ്ഞ് മുറുക്കിക്കൊണ്ട്, പിന്നെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വലിയൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മലയാളികളുടെ ആ ഒരു മനസ്സിനെ മുതലെടുത്തുകൊണ്ട് 1000 രൂപയ്ക്ക് ഈ പറയുന്ന ലക്കി ഡ്രോ കൂപ്പൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1000 രൂപ എന്ന് പറയുന്നത് എന്തോ നിസ്സാര കാര്യമാണ്. അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്കും സ്വന്തമായിട്ടും അണ്ണാക്കിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് തൊണ്ടക്കുഴിയിൽ അത് വന്ന് കുത്തൂല എന്നുള്ള കാര്യമാണ്. എങ്ങനെ ഇതിന് കഴിയുന്നു? ഒരു എളുപ്പവും ഇല്ലാതെ വന്നിട്ട് പറയുകയാണ് നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന്. എങ്ങനെ കഴിയുന്നു പറ്റൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പറയുന്ന വീടിന് ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ വിൽക്കുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകന്റെ കൂട്ടുകാരെ ഷാഫിക്കാണ് ആ വീട് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ അവൻ വന്നത് ആ തൊള്ള കീറിക്കൊണ്ട് പറയാണ് നമുക്ക് ഇവിടെ നാട്ടിലെ വീടുണ്ട്, ഈ വീടിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഇത്രയേ ഉള്ളൂ. ഇനി ആദ്യത്തെ അവന് വീട് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. അതല്ലെന്നുകൊണ്ട് ഇത് വെച്ച് അടുത്തൊരു ഉടായ്പ നടത്തും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയും വഷളായി പോയോണ്ട് പെട്ടെന്ന് മലക്കം മറിഞ്ഞു പോകുന്നതും ആവാം. ഇനി രണ്ടാമത്തെ ജാസർ എന്നോ എന്തോ പറയുന്ന ഓർമ്മയുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇതിലേതോ കൂട്ടത്തിൽ ഒരുത്തൻ്റെ ഈ പറയുന്ന ഭാര്യയുടെ ആങ്ങളെയാണെന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത് വണ്ടി കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് പോവാൻ തയ്യാറായിട്ട് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കോട്ടൊക്കെ ഇട്ടുന്ന നല്ല രീതിക്ക് നിൽക്കുവാണ്. ഇതൊന്നും കണ്ടിട്ട് ഒരാൾക്കും ഇത് ഉടായ്പാണെന്ന് മനസ്സിലാവാതിരിക്കാൻ ഇവിടെ അരിയാഹാരം കഴിക്കാത്ത ആൾക്കാരൊന്നും അല്ല ഇരിക്കുന്നതെന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം അസ്കറൊക്കെ പറഞ്ഞതുപോലെ ആയാൽ പോലും ഇങ്ങനെ ഒരു സംഘടിപ്പിച്ച ആൾക്കാർ ഒരു എന്തെങ്കിലും ഒരു സമ്മാനത്തിൻ്റെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലക്കി ഡ്രോ കൂപ്പണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജസ്റ്റ് ഈ പറയുന്ന നമ്മൾ നടത്തുന്ന ചിട്ടികളുണ്ടല്ലോ, അതായാൽ പോലും ഒരിക്കലും അത് നടത്തുന്ന വ്യക്തികളല്ല അത് എടുക്കുന്നതെന്ന് പറയുന്നത്. അവരുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ വന്നു ചേർന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെയാണ് ഇത് എടുപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഒരു വലിയൊരു ആമാടപ്പെട്ടി അവിടെ എടുത്തു വെച്ചിട്ട് അതിനകത്ത് കുറേയധികം ഈ 1000കണക്കിന് ഇട്ടിട്ട് 8,000 8,500 ഒക്കെ വിറ്റുപോയെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ബുക്കിംഗ് വഴി എത്ര എണ്ണം വിറ്റുപോയിട്ടുള്ള ദൈവത്തിനറിയാം. എന്തായാലും കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഒന്നുകിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇത് എടുക്കാൻ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വേഗം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്കാം എന്നോ അല്ലെങ്കിൽ മറ്റു രീതിക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് കൃത്യമായിട്ട് ആ പെട്ടി കുത്തി തുറന്ന് കുഴിച്ചിട്ടിരിക്കുന്നത് പോലെ കുറേ നേരം അപ്പി പിടിച്ച് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന രീതിക്ക് നിന്നിട്ട് ഒരെണ്ണം ആഹാ കിട്ടി സമാ
സമാധാനമായി, നമ്മൾ ഒട്ടിപ്പിച്ച് വെച്ചിരുന്നത് തന്നെ കിട്ടി എന്ന ആശ്വാസത്തോടെ വിളിച്ചു പറയുന്നു. ഒന്നും അറിയാത്താണെങ്കിൽ ഫോൺ വിളിച്ച് അയ്യോ കുറേ കാര്യങ്ങൾ പറയുന്നു. ഈ പറയുന്ന ആണെങ്കിൽ ബാംഗ്ലൂർ എന്ന് എല്ലാ പേരിൻ്റെ കൂടെ എഴുതി വെച്ചിട്ട് ഒരാൾക്ക് സമ്മാനം കിട്ടിയെന്ന് പറയുന്നു. എന്നിട്ട് ആ കന്നഡക്കാരൻ എന്ന് പറയുന്ന ആൾക്കാർ നല്ല രീതിക്ക് ശുദ്ധ മലയാളം അങ്ങ് സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാളും ഉടായ്പ പരിപാടി. അതിനിടയിൽ വെച്ച് ഓരോരു കാര്യമുണ്ട്. ആരോ ഒരാൾ അവിടെ നിന്ന് ഒരു കുട്ടിയെ വിളിക്കുമെന്നെന്തോ പറയുന്ന സമയത്ത് അയ്യോ കുട്ടീനെ ഒന്ന് വിളിക്കണ്ട, കാരണം കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി അതിനകത്ത് പോകല്ലോ, ചട്ടിക്കുള്ളിൽ പോകുമല്ലോ, അപ്പം കൃത്യമായിട്ട് എല്ലാം അറിയപ്പെടുമല്ലോ. അതുകൊണ്ട് കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് മണ്ടയിലുള്ള ഏതെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും അല്ലല്ലോ കിട്ടുന്നതെന്ന് പറയുന്നത്. ഇതുപോലത്തെ ഉടായ്പ പരിപാടികൾ. ഇനി കുറേ അധികം ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇല്ലീഗൽ ഒന്നുമല്ലെന്ന്. കുറേ ആൾക്കാർ ഇല്ലീഗൽ ആണെന്ന് പറയുന്ന സമയത്ത് കുറേ ആൾക്കാർ ന്യായീകരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോച്ചേക്കാഴിയൊക്കെ വലിയ ആൾക്കാരാണോ അവരെന്ന് പറയുന്നത്. ബോച്ച ഇതേപോലെ ഒരു പരിപാടിയായിട്ട് വന്നിരുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുന്നേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടിയുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇതുപോലെ തന്നെ ഈ ഒരു കൂപ്പൺ, ഒരു ലോട്ടറി ടിക്കറ്റിന്റെ വേറൊരു വകഭേദം പോലെ ഇട്ടതിന് ശേഷം അത് ആൾക്കാരെ കൊണ്ട് ഇതുപോലെ എല്ലാവരും വാങ്ങിക്കുക. എന്നിട്ട് അന്ന് തന്നെ ദിവസത്തിൽ തന്നെ അതിൻ്റെയൊക്കെ ഈ പറയുന്ന ടിക്കറ്റ് വിൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ലോട്ടറി എടുപ്പ് പോലെയൊക്കെ നടത്തുന്നത്. എന്നിട്ട് 10 ലക്ഷം 25 ലക്ഷം ഒക്കെ എന്തൊക്കെയായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര ഒരു തട്ടിപ്പാണ്. ഇത് ലോട്ടറി ആ സമയത്ത് ലോട്ടറി വിറ്റ് പോകാത്ത, നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി വിറ്റ് പോകാത്ത അവസ്ഥയൊക്കെ വന്ന് ഭയങ്കര ചർച്ചാ വിഷയമാവുകയൊക്കെ ചെയ്ത് ഇത് ഇല്ലീഗലാണ്, ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞ് നിർത്തിപ്പിച്ചൊക്കെ സംഭവമുണ്ട്. അത് ആരും കേട്ടില്ലെന്നോ. അപ്പം അത് പ്രശ്നമാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതുപോലത്തെ ഉടായ്പ പരിപാടി. ഇതിപ്പോൾ കേരളത്തിലല്ലല്ലോ, ഇതിപ്പോൾ അവിടെ ആണല്ലോ നടക്കുന്ന, കൂർഗിൽ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണല്ലോ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യും. എന്നാൽ ഉള്ള ആൾക്കാർ മൊത്തം പങ്കെടുപ്പിക്കുന്നത് ഇവിടെ ഉള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് വ്ളോഗർമാരെ കൊണ്ട് കുറേ പൈസയും കൊടുത്ത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ഇതുപോലെ നടത്തിപ്പിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ കുറേ 4-5 ആൾക്കാർ ചേർന്ന് ഇല്ലാത്തത് അന്നുള്ള അന്നത്തിനുള്ള ഉണ്ടാക്കുന്ന പാവങ്ങളെല്ലാം കൂടെ കിട്ടിയെന്നുള്ള രീതിക്ക് പോയിട്ട് പൈസ ഇട്ട് ഇത് മേടിക്കുകയും ചെയ്യുക. അവസാനം കിട്ടുന്നതോ അവൻ്റെയൊക്കെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന വീതം വെച്ച് കുറേ അധികം ഇത്ര നിനക്ക് തരാം, നേരത്തെ പറഞ്ഞു വെക്കുന്നത് പോലെ ഒരു ഡീലിങ്, നിന്റെ പേരായിരിക്കും ഞാൻ എടുപ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര കിട്ടുവാണെന്നുണ്ടെങ്കിൽ 50-50 അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വീണ്ടും ആ വീട് അവിടെ തന്നെ കിടക്കും. വീണ്ടും അടുത്തൊരു ലേലം പോലെ, വീണ്ടും സംഭവം പോലെ, വീണ്ടും അതിൽ നിന്ന് കോടിക്കണക്കിന് കിട്ടുന്നു, വീണ്ടും ഒരാളെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ഇത്ര കൊടുക്കുന്നു, വീണ്ടും വീട് അവിടെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. ഇതിന് മുന്നേ ഇതുപോലൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്, പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ ടിക്കറ്റ് എടുത്ത ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അവരൊരു കാലയളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലയളവിനുള്ളിൽ ഇതൊന്നിൻ്റെ ഈ പറഞ്ഞ ടിക്കറ്റ് എടുപ്പോ അല്ലെങ്കിൽ വിൽപ്പനയോ ഒന്നും നടക്കാത്തതിനെ തുടർന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അന്ന് നിന്നിരുന്ന വ്യക്തി പറഞ്ഞതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അതിനുള്ള ടിക്കറ്റ് എല്ലാം വിറ്റഴിക്കപ്പെട്ടു പോയില്ല, അതുകൊണ്ടാണ് താമസിച്ചു പോകുന്നത്, കുറച്ചും കൂടി സഹായിക്കണം എന്നും പറഞ്ഞത് നീട്ടി വിൽക്കത്തുമില്ല, ഇതൊട്ട് കിട്ടത്തുമില്ല, പൈസ കൊടുക്കുന്നവർക്കൊക്കെ പോവുകയും ചെയ്യും, ഇവന്മാർ കോടിക്കണക്കിന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യങ്ങളാണ്. അത്രയും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ കൈമലർത്തി കാണിക്കേണ്ട കാര്യമല്ലല്ലോ. ഇങ്ങനെ കിടന്നിട്ട് ഈ പറയുന്ന എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ അന്തമിട്ട് നമ്മൾ ഒരിക്കലും ഒരു ടിക്കറ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് ആ കുഴിയിലോട്ട് കയറി പാതാളത്തിലോട്ട് തുറന്നൊന്നും ടിക്കറ്റ് എടുക്കുന്ന രീതിയൊന്നും കാണിക്കത്തില്ലല്ലോ. അതിലപ്പുറത്തേക്ക് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും കൂടി ഈ പറയുന്ന പാണ്ടിക്കാട്ട് കുഞ്ഞാനെ നിർബന്ധിച്ചു എന്ന് പറയുന്നു. ആ വീഡിയോ ഞാനും കണ്ടതാണ്. അതിനകത്ത് എവിടെയും നിർബന്ധിച്ചിട്ടില്ല, ഒന്നുമില്ല. ഏതോ ഒരാൾ ഞാൻ എടുക്കട്ടോ എന്ന് ചോദിക്കുന്നു, ഏതോ ഒരു വ്യക്തി ആ എടുക്കുന്നു പറയുന്നു, അങ്ങ് തുടങ്ങുകയാണ്. എന്നാൽ ആ സമയത്തിനുള്ള അത് എടുത്ത് കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിൽ തപ്പിട്ടും കിട്ടുന്നില്ല. അവസാനം എവിടുന്ന് ഒട്ടിച്ചു വെച്ചത് കീറി എടുക്കുന്നത് പോലെ എടുക്കുന്ന രീതി മറ്റേ ആളും ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇപ്പം ഈ ഒരു വ്യക്തി, ഇതിനകത്ത് ഞാൻ കാണിച്ച ഫൈസൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇടുന്നുണ്ട്. അതിനകത്തൊക്കെ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരാൾക്ക് വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലേ, ഇന്ന ബന്ധങ്ങളാണെന്ന് അയാൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വെളിയിൽ നിന്നുള്ള ഇത്രയും 8500 പേര് ഇതിനകത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 8500 പേരുടെയും പൈസ ഏറ്റവും പ്രധാനപ്പെട്ടാണല്ലോ. അതിൽ ഒരാൾ ഇത് അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരാൾക്ക് വന്നിരുന്ന് ഈ ബന്ധങ്ങളൊന്നും കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിഫോമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, മാനനഷ്ടം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിന് കേസ് കൊടുക്കാൻ പറ്റുന്നത്, കാരണം ഇതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങനെ വന്നിരുന്ന് പറയണമെങ്കിൽ അതിന് എന്തൊക്കെയോ കാര്യങ്ങളില്ലാതെ, ഒന്നും അന്വേഷിക്കാതെ, ഒരു കാര്യം അന്വേഷിക്കാതെ ഇതൊന്നും പറയത്തില്ല. അതിലപ്പുറത്തേക്ക് ഇനി മനസ്സിലാവാതെ പോകുന്നത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇത്രയും വിശ്വാസ്യതയുള്ള കുറേയധികം വ്ളോഗർമാർ, ഈ പറഞ്ഞ KL Pro Biju ആയാലും പാണ്ടിക്കാട്ട് കുഞ്ഞാനെന്ന് പറയുന്ന ആളായാലും ഖാദർ കരിപ്പൊടി ആയാലും കുറേ ആൾക്കാരെ സഹായിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് പിടിച്ചിട്ട് നമുക്കൊരിക്കലും ഒരാളുടെ മനസ്സ് ചൂഴ്ന്നെടുത്ത് അത് എത്രമാത്രം സത്യസന്ധത ഉണ്ട്, എത്രമാത്രം ശരിയാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലയളവിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. പറയുന്നത് എന്തോ അത് വിശ്വസിക്കുക എന്നുള്ള രീതിക്ക് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്ന കുറേ അധികം ആൾക്കാരെ നിങ്ങൾ പൈസ മേടിച്ച് പറ്റിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ അങ്ങോട്ട് ദഹിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാവാതെ പോകുന്നത്. അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും രൂപ കൊടുത്തത് ചെയ്യുന്ന സമയത്ത്
സമയത്ത് ആ 1000 രൂപ കൊണ്ടുകൊടുത്ത് ഈ പറഞ്ഞ കേരള സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ലോട്ടറി 50 രൂപയുള്ളൂ. ഇപ്പം 50 നേരത്തെ 40 ആയിരുന്നു, ഇപ്പോൾ 10 കൂടെ കൂട്ടിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് എടുത്ത് അറ്റ്ലീസ്റ്റ് 5000 എങ്കിലും നമുക്ക് തിരിച്ച് ഈ 1000 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതെങ്കിലും നമ്മുടെ കയ്യിലിട്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാരൊക്കെ സംശയ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും, കാരണം എല്ലാ ദിവസവും ഈ പറയുന്ന ആൾക്ക് ലോട്ടറി എടുക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയുന്നത് 85 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 65 ലക്ഷത്തിൻ്റെ 1 കോടിയുടെയൊക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട്. അതിൽ എത്ര പേർക്ക് അടിക്കുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിൽ കുറേ ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ലോട്ടറി അടിച്ച ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിലും ചെറിയ രീതിക്ക് എന്തൊക്കെയോ ന്യൂനതയുണ്ട്. പക്ഷേ ഇത് ഫുൾ ഉടായ്പല്ല. ഈ പറഞ്ഞ കാര്യം, ഈ ലോട്ടറിയുടെ നമ്മുടെ നാട്ടിൽ എടുക്കുന്ന ലോട്ടറി ഫുൾ ഉടായ്പെന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ അതിന് സാക്ഷ്യം വഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതിന് കുറേ ആൾക്കാരെ മറകളാക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ പരിപാടിക്കെതിരെ, അതുമല്ല ഇപ്പം ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് ഇതിന് മുന്നും ഈ പറയുന്ന മറ്റേ പ്രൊഡ്യൂസറായിട്ടുള്ള സ്റ്റീഫൻ, അങ്ങനെ അയാൾക്കെതിരായിട്ടുള്ള ഒരു സംഭവം, ഒരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കാര്യം, അതുമായി ബന്ധപ്പെട്ടൊരു കേസിൻ്റെ കാര്യം ഇട്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്കാമിൽ അകപ്പെട്ടു പോയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്പറൊക്കെ ഉണ്ട്. അപ്പം ഇതുമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം 1000 രൂപ എന്ന് പറയുമ്പം ഈ പറയുന്ന 8000 പേര് ചേരുമ്പം 80 ലക്ഷം രൂപയൊക്കെ. 80 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ ഇതൊന്നും അല്ല. ആ ഒരു 80 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയ തുകയാണതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈസ വെച്ചുള്ള കളി അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ വിശ്വാസത്തെ മുൻനിർത്തിയിട്ടുള്ള പണത്തിന് വേണ്ടിയുള്ള ആർത്തി മൂത്ത് ചെയ്യുന്ന ഈ പരിപാടി, ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതിനൊക്കെ ഉത്തരം പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതുപോലെ തെളിവുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത് എന്തൊക്കെയോ പ്രശ്നം ആയതുകൊണ്ടായിരിക്കുമല്ലോ ഈ വീട് കിട്ടിയ ആൾക്കാരൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നതും പിന്നെ ഈ പറയുന്നത് മൊത്തം സ്വന്തക്കാരായി മാറുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ചില ആൾക്കാർ വന്ന് ന്യായീകരിക്കാൻ മെഴുകുന്നുണ്ട്. അതായത് അവിടെ ഉള്ളവരിൽ കിട്ടിയതെല്ലാം അയാളുടെ സ്വന്തക്കാരായത് അയാളെ തെറ്റാവണമെന്നൊന്നുമില്ലല്ലോ. അതൊന്നുമല്ല. ഇവിടെ ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ലക്കി ഡ്രോ എടുത്ത രീതിയാണ് കണ്ടുള്ളത്. അത് ഏതൊരു കുഞ്ഞുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിക്ക് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതുപോലെ ഒന്നും അല്ല ഈ പറയുന്ന ഇത് നടത്തേണ്ടത്. വെളിയിൽ നിന്നുള്ള ഒരാളെ വിളിച്ചു വരുത്തി നടത്തേണ്ട. കാരണം ഇത്രയും വലിയൊരു കാര്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളൊക്കെ അല്ലേ നൽകുന്നതെന്നുള്ളത്. അപ്പോൾ അതിനൊരു വിശ്വാസ്യത വേണ്ടേ. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിന് നല്ല രീതിക്ക് ഉടായ്പുണ്ട്.